2025 മെയ് മാസത്തെ മാസഫലമാണ് ഇവിടെ നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കല്ലേ. നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. തൃക്കേട്ട വൈകാര്യ ബുദ്ധി ഉപേക്ഷിക്കണം. മികവ് തെളിയിക്കാനായി അഹോരാത്രം പ്രവർത്തിക്കാൻ ഇടവരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ കുറയും. സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കരുത്. പുതിയ വസ്ത്രങ്ങൾ മേടിക്കാൻ ഇടയാകും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. ബിസിനസ് വിപുലീകരിക്കും. മികച്ച ലാഭം ബിസിനസ്സിൽ വഴി ഉണ്ടാകും. ബുധൻ 9 മാറുമ്പോൾ ഫലം തിരിച്ചു വരാൻ ഇടയുണ്ട്. സൂര്യന്റെ 9ാം ഭാവം നല്ലതല്ല. അസുഖം മാറാൻ ബുദ്ധിമുട്ടും. സാമ്പത്തിക ക്ലേശം ഉണ്ടാകും. വാഹനം സൂക്ഷിച്ച് ഓടിക്കണം. പണനഷ്ടം വന്നു ചേരും. സാമ്പത്തിക തർക്കങ്ങൾക്ക് ഇടയാകും. 10ൽ നിൽക്കുന്ന വ്യാഴം ദോഷമാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശയാത്ര ഉണ്ടാകും. എന്നാൽ 11ൽ നിൽക്കുന്ന വ്യാഴം ഗുണത്തെ ചെയ്യും. അസുഖം മൂലം ദുഃഖിക്കാൻ ഇടയാകും. ബന്ധുജനങ്ങൾ ശത്രുക്കളാവും. സ്വന്തക്കാരിൽ നിന്നും ഇഷ്ടക്കേടുണ്ടാവും. ദമ്പതികൾക്ക് ഐശ്വര്യപൂർണമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടും. IT, മെഡിക്കൽ ഇവർക്ക് നല്ല അനുഭവം തരും. കലാകാരന്മാർക്ക് നല്ല സമയമാണ്. സർക്കാർ ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് യൂണിഫോം ഇടുന്നവർക്ക് പുതിയ പ്രമോഷനും സ്ഥാനമാനങ്ങളും കിട്ടും. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടയാകും. വിദേശയാത്ര പോകാൻ ഇടയാകും. ദാനധർമാദികൾ നടത്തും. മുടങ്ങിക്കിടന്ന വീട് പൂർത്തിയാവും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം തിരികെ കിട്ടും. ശ്രേയസ്സും കീർത്തിയും ഉണ്ടാകാൻ ഇടയാകും. മനപ്രയാസങ്ങൾ മാറിക്കിട്ടും. വ്യാഴമാറ്റം ഇവർക്ക് എല്ലാ രീതിയിലും നല്ല ഫലത്തെ തരും. സമ്പത്ത്, കീർത്തി ഇവ വർദ്ധിക്കും. ചെയ്യുന്ന സ്വന്തം ബിസിനസ് വിപുലീകരിക്കും. പുതിയ വിവാഹം വന്ന് ചേരും. വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ വിജയിക്കും. കടങ്ങൾ മാറിക്കിട്ടും. പണം സൂക്ഷിച്ച് ചെലവാക്കണം. ആത്മവിശ്വാസം വേണം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഈ പറയുന്ന രാശിക്കാർക്ക് വളരെയേറെ ഗുണങ്ങൾ ചെയ്യും. പണം കുന്നുകൂടും. ഗൃഹനിർമ്മാണ കർമ്മ മേഖല ഉയരും. വിവാഹം ഇതിനെല്ലാം ഉത്തമമാണ്. സാമ്പത്തിക പുരോഗതി ഈശ്വരാനുഗ്രഹത്താൽ കുമിഞ്ഞുകൂടും.
വ്യാഴം ജന്മത്തിലാണ്. പതിനഞ്ചാം തീയതി 2-ലേക്ക് വരും. ധനം വർധന ഉണ്ടാവും. കർമ്മസ്ഥാനം ഉയർച്ച ഉച്ചത്തിലാണ്. സ്വന്തം വീട് ഉണ്ടാകും. കമിതാക്കളുടെ ആഗ്രഹം നടക്കാനിടയാകും. ദൈവീക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. നല്ല സമയമാണ്. മാനസിക സന്തോഷം ഉണ്ടാകും. മേലധികാരിയുടെ അനുഗ്രഹം ലഭിക്കും. തന്മൂലം ജോലികൾ പൂർത്തിയാക്കാൻ ഇടയാകും. ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു. പുതിയ വീട് ഉണ്ടാകും. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടി ഇഷ്ട മംഗല്യം നടക്കും. ബുധനും അഷ്ടമത്തിലാണ്. നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കല്ലേ. നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും നിങ്ങൾ നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ ബന്ധപ്പെടുകയോ ചെയ്യാം. ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിയാണ്. എൻ്റെ ഫോൺ നമ്പർ 99 47 54 21 79.